بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق الله العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أعلى المرسلين وسيلة إلى الله يا ابن الأكرمين الأطائب. فكن لي شفيعا يوم لا ذو شفاعتي بمغن فتيلا عن سواد بن قاربي. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മഹല്ലത്തിലെ നേതൃനിരയിൽ ഉള്ള കാരണവന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഈ മജ്ലിസിൽ സംബന്ധിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.
നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖ്മാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുള്ള ഉസ്താദുമാർ, പഠിച്ചിറങ്ങിയിട്ടുള്ള ആലിമീങ്ങൾ, എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇതിൻ്റെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിൽ വെളിച്ചമായി അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ, ഇതിന് നേതൃത്വം നൽകുന്നവർ, ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവർ, ഇതിന് സാമ്പത്തികവും അല്ലാതെയും സഹായിച്ചിട്ടുള്ളവർ, എല്ലാവരിൽ നിന്നും ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മയായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ ഓരോരുത്തരുടെയും ദുനിയവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധ അർവാഹുകളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിക്ർ ഹൽഖ വാർഷികത്തോടനുബന്ധിച്ച് നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളുടെയും മിസ്ൽ സവാബ് മഹാനായ അതാഉർ റസൂൽ സുൽത്താനിൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിഷ്തി അസ്സഞ്ചരി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് നമ്മിൽ നിന്ന് ഹദിയയായി അല്ലാഹു ചേർത്തുമാറാകട്ടെ. അവിടുത്തെ ഹിഫ്ദും ഹിമായത്തും മദദും ജീവിതത്തിലുടനീളം നാളെ ബർസഖി ലോകത്തും പിറകെ ആഖിറത്തിലും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പരമാവധി എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. എല്ലാ തിങ്കളാഴ്ച രാവും ഈ പള്ളിയിൽ വെച്ച് നടന്നുവരുന്ന ദിക്ർ ഹൽഖയുടെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട 2 ദിവസത്തെ പ്രഭാഷണവും 1 ദിവസത്തെ ദിക്ർ ദുആ മജ്ലിസും അതിന്റെ 2ാം ദിവസമാണ് ഇന്ന്. ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങളോട് ഒരു ചെറിയ നസീഹത്ത് നൽകുന്നതിനാണ് വിനീതനായ ഞാൻ ക്ഷണിക്കപ്പെട്ടത്.
അഹ്സനി ഉസ്താദ് പറഞ്ഞതുപോലെ സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ ദൂരെ സ്ഥലങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പോകുന്നത് വളരെ കുറവാണ്. മഞ്ഞനാടിയിലെ നല്ലവരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ഈ മഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ നിർബന്ധമായും ഇതിൽ സംബന്ധിക്കണം എന്ന വാശിയോടുകൂടി തന്നെയാണ് ഇന്നലെ പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം അഹ്സനി ഉസ്താദിന്റെ വീട്ടിൽ വന്ന് താമസിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലുള്ള ആ സ്നേഹബന്ധം ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ഒരു പ്രദേശത്ത് ഒരു മഹല്ലത്തിലെ ഉള്ള എല്ലാ ജനങ്ങളും ചെറിയവരും വലിയവരും പ്രായമുള്ളവരും വിദ്യാസമ്പന്നരും എല്ലാവരും ശരിയായ രൂപത്തിൽ അറിവും ബോധവും ദീനീ ചിട്ടയും ഉള്ളവരാണ് എങ്കിലും ആ മഹല്ലത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ നിഅമത്തുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ താക്കീതുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ ശിക്ഷകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മജ്‌ലിസുകൾ സംഘടിപ്പിക്കൽ ആവശ്യമാണ്. എല്ലാവരും നല്ല അറിവുള്ളവരാണെങ്കിൽ പോലും, എല്ലാവരും തികഞ്ഞ ബോധമുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഓർത്തു നോക്കൂ, അസ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ 537 ജുമുഅ നിർവഹിച്ചിട്ടുണ്ട്. മക്കയിൽ വെച്ച് ജുമുഅ നിർബന്ധമാക്കപ്പെട്ടിരുന്നുവെങ്കിലും ജുമുഅ നടന്നത് മദീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നതിന്റെ മുൻപ് തന്നെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജുമുഅ നിസ്കാരം നടന്നിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക്, ജുമുഅ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. വദറുൽ ബൈഅ, കച്ചവടങ്ങളും മറ്റു ബിസിനസ്സുകളും ജുമുഅയുടെ വളായിഫുകളെ തൊട്ട് ശുഗലാക്കുന്ന സർവ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ നാടുകളിൽ
ഖത്വീബിന്റെ മുൻപിൽ വെച്ച് ഇന്നത്തെ രണ്ടാമത്തെ ബാങ്ക്, നേരത്തെ ആ ബാങ്ക് ഒന്നാമത്തെ ബാങ്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൃത്യമായി നിത്യമായി ജുമുഅക്ക് വിളിച്ചിരുന്നത് ഇന്നത്തെ രണ്ടാമത്തെ ബാങ്കാണ്. ഖതീബ് മിമ്പറിൽ കയറിയതിനു ശേഷം വിളിക്കുന്ന ബാങ്ക്. ആ ബാങ്ക് വിളിച്ചതിന് ശേഷം ചെയ്യുന്ന കച്ചവടം അത് ഹറാമാണ്. അതിനുശേഷം ചെയ്യുന്ന ബിസിനസ്സുകൾ ഹറാമാണ്. അതിനുശേഷം ജുമുഅയെ തൊട്ട് ശുഗലാക്കുന്ന സർവ്വ കാര്യങ്ങളും ഹറാമാണ്. ഇന്നത്തെ രണ്ടാമത്തെ വാങ്ക് വിളിക്കുന്നതിൻ്റെ മുൻപ് ഒന്നാമത്തെ വാങ്ക് വിളിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ കറാഹത്താണ്. എന്നാൽ ജുമുഅ 2 റക്അത്ത് നിസ്കരിക്കണം. സാധാരണ ദിവസം ളുഹർ നിസ്കാരത്തിന് പകരം വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരമാണ്. ളുഹർ നിസ്കാരം ചുരുക്കപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ ജുമുഅ നിസ്കാരം. അങ്ങനെ ആരും ധരിക്കണ്ട. സാധാരണ വെള്ളിയാഴ്ചയല്ലാത്ത ദിവസം 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നതിന് പകരം വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാർക്ക് നിർബന്ധം ജുമുഅ 2 റക്അത്ത് നിസ്കരിക്കലാണ്. പക്ഷേ മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല. ഒരാൾ ളുഹർ നിസ്കരിക്കാതിരുന്നാൽ, മനഃപൂർവം മടി കാണിച്ച് ളുഹർ നിസ്കരിക്കാതിരുന്നാൽ അസറാകുന്നതിനോടുകൂടെ അവൻ്റെ മേൽ ഇസ്ലാമിക ശിക്ഷ നിർബന്ധമാവുകയില്ല. മറിച്ച് അസർ നിസ്കാരവും ഖളാ ആകുന്ന മഗ്രിബ് ബാങ്ക് വിളിക്കലോടുകൂടി ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിലെ കോടതി വിധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ നടപ്പാക്കി അവനെ കഴുത്തറുത്ത് കൊല്ലൽ നിർബന്ധമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രം, മുസ്ലിം ഭരണാധികാരിക്ക് മാത്രം. അതേ സമയത്ത് ജുമുഅ അങ്ങനല്ല. ജുമുഅ നിസ്കാരം മനഃപൂർവ്വം ഒരാൾ നഷ്ടപ്പെടുത്തി, ഒരു കാരണവും ഇല്ല. ആ ജുമുഅ നിസ്കാരം നഷ്ടപ്പെടുന്നതോടുകൂടെ ഇനി ജുമുഅ കിട്ടാൻ സാധ്യതയില്ല. ളുഹർ അസർ ആവലോട് കൂടി തന്നെ ഈ ശിക്ഷ അവൻ്റെ മേൽ നടപ്പാക്കും. അത്രയും ഗൗരവമാണ് ജുമുഅ നിസ്കാരം. ഇടക്കാലത്ത് നമ്മുടെ നാട്ടിൽ കൊറോണ ബാധിച്ചപ്പോൾ അന്ന് പലപ്പോഴും ജുമുഅ നിർത്തിവെച്ച് ഇപ്പോൾ ചിലർക്കൊക്കെ ജുമുഅ ഉപേക്ഷിക്കുന്നത് വളരെ ലാഘവത്തോടി കാണുന്ന ഒരു രീതിയുണ്ട്. മറ്റു നിസ്കാരം പോലെയല്ല. തുടർച്ചയായി ഒരു കാരണവുമില്ലാതെ 3 ജുമുഅ ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയം അല്ലാഹു സീലുവെക്കും, സീലടിക്കും. ലയന്തഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുആത്ത്. ജുമുഅ
ഉപേക്ഷിക്കുന്ന ആളുകൾ നിർബന്ധമായും അത് അവസാനിപ്പിക്കണം. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാത്ത പക്ഷം അവർ ഹൃദയങ്ങളിൽ അല്ലാഹു സീലടിക്കും. അല്ലാഹു സീലടിക്കുന്നത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അല്ലാഹു സീലടിച്ചാൽ അത് മുഖത്ത് തെളിഞ്ഞു കാണില്ല, സാധാരണ കണ്ണുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശപിക്കുക, അല്ലാഹു സീലടിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കല നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവൽ അല്ല, ഒരു മുഴ ഉണ്ടാവലല്ല, അതല്ലെങ്കിൽ ഒരു മാരകമായ രോഗം അതുകൊണ്ട് ഉണ്ടാവണം എന്നില്ല. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് സംഭവിക്കും എന്നും അല്ല. സാധാരണക്കാർ, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു ഒരാളെ സീലടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും നല്ലത് ഉൾക്കൊള്ളുകയില്ല എന്നാണ്. നല്ല കാര്യങ്ങൾ പിന്നെ അവനോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ പോലും, എല്ലാവരും ആദരിക്കുന്ന പള്ളിയിലെ ഉസ്താദ് പോലും ആര് അവനോട് ഉപദേശിച്ചാലും അതവൻ സ്വീകരിക്കുകയില്ല എന്നാണ്. അല്ലാഹു സീലി വെച്ചതിൻ്റെ അടയാളാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ് അവനവൻ്റെ തെറ്റുകളോ തിന്മകളോ സ്വകാര്യമായിട്ടോ പരസ്യമായിട്ടോ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾക്കൊണ്ട് അത് ശരിയാണ്, അത് നേരാണ്, നമ്മുടെ പോരായ്മ കൊണ്ടും നാം തിരുത്താനുമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ എതിർക്കുകയും ആ ഉസ്താദിനെ തന്നെ ഇനി ഇവിടെ വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. ഇത് ഒരു മനുഷ്യനെ അല്ലാഹു അവൻ്റെ ഹൃദയത്തിൽ സീലടിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ജുമുഅ നിസ്കാരം ഉപേക്ഷിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ജുമുഅ സ്വഹീഹാവണമെങ്കിൽ എല്ലാ മഹല്ലുകളിലും ജുമുഅയുണ്ട്. എത്രയെത്ര മഹല്ലുകൾ ഈ മഹല്ലത്തിന്റെ കീഴിലുണ്ട്. കേരളത്തിൽ എത്ര മഹല്ലുകളുണ്ട്, കർണാടകയിൽ എത്ര മഹല്ലുകളുണ്ട്. ഈ മഹല്ലുകളിലൊക്കെ ജുമുഅയുണ്ട്. ആ ജുമുഅ നിസ്കാരം സ്വഹീഹവാൻ, ആ ജുമുഅ നിസ്കാരത്തിന്റെ മുൻപ് 2 ഖുത്ബ നിർവഹിച്ചിരിക്കണം. ആ 2 ഖുത്ബയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയത് ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ എന്നാണ്. അല്ലാഹുവിനെ കുറിച്ചാണ് ഖുത്ബയിൽ പറയപ്പെടുന്നത്. അല്ലാഹുവിനെയാണ് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തുന്നത്. ആഖിറത്തെയാണ് ഖുത്ബയിൽ പറയപ്പെടുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ് ഖുത്ബയിൽ പറയുന്നത്. ഈ ഖുത്ബ എന്ന് പറയുന്ന ദിക്റുല്ലാഹ്, ഇത്
40 ആളുകൾ കൃത്യമായി കേൾക്കുന്ന രൂപത്തിൽ ഖതീബ് നിർവഹിച്ചിരിക്കണം. ആ മഹല്ലത്തിലെ ആളുകൾ തന്നെ അത് കേട്ടിരിക്കണം. 40 ആളുകൾ തികയണം. ആ 40 ആളുകൾക്കും നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അറിയണം. ഖുതുബയുടെ ഷർത്തുകളും ഫർളുകളും അറിയണം. അക്ഷരത്തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് ഉൾപ്പെടെ അത്തഹിയ്യാത്ത് ഉൾപ്പെടെ നിർബന്ധമായി ചൊല്ലേണ്ട ദിക്റുകൾ അറിയുന്ന 40 ആളുകളാവണം. ഇതൊക്കെ അറിയുന്ന 40 ആളുകൾ ആ മഹല്ലത്തിൽ, ആ പള്ളിയിൽ ഉണ്ടാവണം. ആ 40 ആളുകളും സാധാരണ രൂപത്തിൽ ചെവി കേൾക്കുന്നവരാവണം. ആ 40 ആളുകൾ ഈ ദിക്ർ ശ്രദ്ധിച്ചിരിക്കണം. എങ്കിലേ അവിടുത്തെ ജുമുഅ സ്വഹീഹാവുകയുള്ളൂ. 40 ആളുകളും നല്ല പണ്ഡിതന്മാരാണ്. 40 ആളുകളും വിവരമുള്ളവരാണ്. 40 ആളുകളും നല്ല ബോധമുള്ളവരാണ്. എന്നാലും ആ ഖുതുബയില്ലാതെ ജുമുഅ സഹിയാവുകയില്ല. ഖുതുബയില്ലാതെ 40 ആളുകളിൽ 39 ആളുകളുണ്ട്. 39 ആളുകൾ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വിദേശികളാണെന്ന് വെച്ചോളൂ. അതല്ലെങ്കിൽ 39 ആളുകൾ ചെവി കേൾക്കുന്നവരാണ്. ഒരാൾ ചെവി കേൾക്കാത്ത ആളാണ്. അവിടുത്തെ ജുമുഅ സ്വഹീഹാവുകയില്ല. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയൽ, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കൽ, അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തൽ, അല്ലാഹുവിൻ്റെ താക്കീതുകളും സുവിശേഷങ്ങളും ഇടക്കിടക്ക് കേൾക്കലും പറയലും അതത് മഹല്ലത്തിൽപ്പെട്ട പ്രായപൂർത്തിയെത്തിയിട്ടുള്ള ബുദ്ധിയുള്ള പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ഈ ഖുതുബ ഇങ്ങനെ നിർബന്ധമായത്? അതല്ലെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാരാണെങ്കിൽ അവരെ ഉപദേശിക്കേണ്ടതുണ്ടോ? അവർക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ആഖിറത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടോ? തഖ്വ കൊണ്ട് ഉപദേശിക്കേണ്ടതുണ്ടോ? അത്രയുമാണ് അല്ലാഹുവിൻ്റെ ദിക്ർ. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. ഇനി ദിക്റിന്റെ പ്രാധാന്യം നിങ്ങളോട് പറയണോ? അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൻ്റെ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതിൻ്റെ, അല്ലാഹുവിൻ്റെ സുവിശേഷങ്ങൾ പറയുന്നതിൻ്റെ, അവൻ്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നതിൻ്റെ, അവൻ്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്നതിൻ്റെ പ്രത്യേകത നിങ്ങളോട് ആരോടെങ്കിലും ഇനി പറയണോ? നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഇന്ന് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ മുൻകാലത്തേക്കാൾ മുന്നിലാണ്. പഴയ കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറയാം. പഴയകാലത്ത് ജമാഅത്തിന് വരുന്നവരെക്കാൾ കൂടുതൽ പള്ളികളിലൊക്കെ ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കുന്നു എന്ന് പറയാം. പഴയകാലത്ത് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് പറയാം. പഴയകാലത്ത് ഉറൂസുകളും നേർച്ചകളും വഴിപാടുകളും സിയാറത്തുകളും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ സഹോദരന്മാർ അതെല്ലാം നിർവഹിക്കുന്നു എന്ന് പറയാം. പഴയകാലത്ത്
ഉംറക്ക് പോകുന്നതിനേക്കാൾ, ഹജ്ജിന് പോകുന്നതിനേക്കാൾ യഥേഷ്ടം ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നു എന്ന് പറയാം. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ അടയാളമെന്നോണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ വിശുദ്ധ ഖുർആൻ ഓതലാണ്. ആ ഖുർആൻ ഓത്ത് വളരെ പിറകിലല്ലയോ? ഖുർആൻ ഓതാത്തവരല്ലേ ഏറ്റവും കൂടുതൽ? ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും കൃത്യമായി എനിക്ക് ബോധം വന്നതിന് ശേഷം ഒരു വെള്ളിയാഴ്ചയും വിട്ടുപോകാതെ ഞാൻ അൽ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാ, കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് ഇമാമു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ളം എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, ഇമാമുന ശാഫിഈ ഇമാമുൽ അഇമ്മ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ലോകം വിളിക്കുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം എന്നാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത്രയും കൃത്യമായി തൻ്റെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത് പകർത്തിയിട്ടുള്ള മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഞാൻ തണ്ണിമത്തൻ വത്തക്ക കഴിച്ചിട്ടില്ല. എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തക്ക അഥവാ തണ്ണിമത്തൻ കഴിച്ചിട്ടുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വത്തക്ക കഴിച്ചപ്പോൾ ഏത് രൂപത്തിലാണ് തങ്ങൾ കഴിച്ചത്? ഏത് രൂപത്തിലാണത് കഷ്ണിച്ചത്? ഏത് രൂപത്തിലാണ് വെട്ടിയെടുത്തത്? കൈയിട്ട് വാരുകയാണോ ചെയ്തത്? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് വത്തക്ക കഴിച്ച രൂപം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഏതെങ്കിലും വിധത്തിൽ വത്തക്ക കഴിച്ചാൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെതിരാകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ അത് കഴിച്ചിട്ടില്ല. അത്രയും സൂക്ഷ്മതയുള്ള ഇമാമാണ് ഇമാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, മക്കളെ, എന്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ റെക്കോർഡുകളും കമന്റുകളും മാർക്കുകളും പേരും പ്രശസ്തിയുമൊന്നും വിനീതനായ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ പ്രഭാഷണം കൊണ്ട്, വഅദ് കൊണ്ട്, ഉപദേശം കൊണ്ട് ഒരു തുള്ളി ഈമാന് വർദ്ധിച്ചു കിട്ടിയാൽ, സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തം കിട്ടിയാൽ, റബ്ബ് നമ്മളെ തൊട്ടൊന്ന് തൃപ്തിപ്പെട്ട് കിട്ടിയാൽ, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ, ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചാലെന്താ, എന്ത് ത്യാഗം സംഭവിച്ചാലെന്താ,
എന്ത് പ്രശ്നങ്ങളുണ്ടായാലെന്താ? അല്ലാ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നു, ഞാൻ പടച്ച റബ്ബിനെ പ്രത്യേകമായ രൂപത്തിൽ മുക്കാശവ കൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു 100 തവണ. അപ്പോഴൊക്കെയും ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അല്ലാ നീ നൽകിയ ശരീരം കൊണ്ട്, നീ സൃഷ്ടിച്ച ഭൂമിയിൽ, നീ സൃഷ്ടിച്ച സൂര്യന്റെ വെളിച്ചം അനുഭവിച്ച്, നീ തന്ന ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ ഓരോ അവയവങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നീ കണ്ണിന്റെ കാഴ്ച വെറുതെ തന്നതല്ല, നീ എനിക്ക് കേൾവി ശക്തി വെറുതെ തന്നതല്ല, നീ എൻ്റെ മസിൽ പവർ വെറുതെ തന്നതല്ല. ഓ നോക്കൂ സഹോദരാ, നിങ്ങൾ ഇക്കാലം അത്രയും കേട്ടിട്ടുണ്ടോ? അതേ, ലോകത്ത് വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടുണ്ട്, ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? ജനിച്ചപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല, വലിയ ചികിത്സ നടത്തി ശാസ്ത്രക്രിയയിലൂടെ അയാൾക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ജന്മനാ കേൾവിയില്ലാത്ത ഒരാളാ, അയാൾക്ക് ശാസ്ത്രക്രിയയിലൂടെ ചികിത്സയിലൂടെ കേൾവിയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീരെ സംസാരിക്കാത്ത ഒരാളാ, ജനിച്ചതിന് ശേഷം സംസാരിച്ചിട്ടില്ല, അയാൾക്ക് ചികിത്സ നടത്തിയിട്ട് ലക്ഷങ്ങളോ കോടികളോ ചെലവഴിച്ച് ഇപ്പൊ അയാൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. കേൾവി സൃഷ്ടിക്കാൻ കഴിയില്ല, കാഴ്ച സൃഷ്ടിക്കാൻ കഴിയില്ല, കഥേ സംസാരശേഷി നൽകാൻ കഴിയില്ല. എന്തിനേറെ പറയണം, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രത്യേകമായി കാണുന്ന സ്ഥലത്തൊരു കല വന്ന് വീണാൽ, പ്രിയപ്പെട്ട പെങ്ങളെ, എന്നൊരു സൗന്ദര്യമാ, നിനക്കൽപ്പം സൗന്ദര്യം തന്നതിൻ്റെ പേരിലെ, തൊലിയൽപ്പം വെളുത്തതിൻ്റെ പേരിലെ, ചുണ്ടിന് സൗന്ദര്യം തന്നതിൻ്റെ പേരിലെ, കണ്ണിന് ആകർഷണീയത തന്നതിൻ്റെ പേരിലെ, നിന്റെ കണ്ണിൻ്റെ 2 ഭാഗത്തും പുരികങ്ങളും അതുപോലത്തെ രോമങ്ങളും പടച്ച റബ്ബ് സൗന്ദര്യത്തിന് വേണ്ടി പടച്ചതെങ്കിൽ, നിന്റെ ആ ശരീരത്തിൽ, നിന്റെ ആ പ്രിയപ്പെട്ട മുഖത്ത് എവിടെയെങ്കിലും ഒരു കല വന്ന് വീണാൽ, ഒന്ന് കരിവാളിച്ച് പോയാൽ, ഒരു പുള്ളി വന്നാൽ, നീ പിന്നെ പുറത്തിറങ്ങുമോ? നീ പിന്നെ കല്യാണത്തിന് പോകുമോ? പിന്നെ നീ സ്റ്റേജിൽ കയറി ചാടുമോ? പിന്നെ നീ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല ഇല്ല. ഇതെല്ലാം നിനക്ക് നൽകിയിട്ടുള്ള അല്ലാഹുവിൻ്റെ തൃപ്തി ഒന്ന് കിട്ടാൻ, റബ്ബൊന്ന് തൃപ്തിപ്പെടാൻ, അവൻ ഇഷ്ടപ്പെടാൻ, അവനാ നിനക്ക് ഭർത്താവിനെ തന്നത്, അവനാ നിനക്ക് ഭാര്യയെ തന്നത്, അവനാ നിനക്ക് മക്കളെ തന്നത്, അവനാ നിനക്ക് സമ്പത്തു തന്നത്, അവനാ നിനക്ക് ബുദ്ധി തന്നത്, അവനാ നിനക്ക് സർവവും തന്നത്. ആ റബ്ബിനെ ഒന്ന് റബ്ബൊന്ന് തൃപ്തിപ്പെടാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അല്ലാഹുവിനോട് ഞാൻ 100 തവണയും ചോദിച്ചപ്പോൾ പടച്ച റബ്ബ് എന്നോട് പറഞ്ഞതെന്താണെന്നറിയുമോ? ബികലാമീ, എൻ്റെ കലാമു കൊണ്ടാണ്, എൻ്റെ ഖുർആൻ കൊണ്ടാണ്. എൻ്റെ ഖുർആൻ പാരായണം ചെയ്തിട്ട്, എൻ്റെ ഖുർആൻ പഠിച്ചിട്ട്, എൻ്റെ ഖുർആൻ കേട്ടിട്ട്, എൻ്റെ ഖുർആനിൻ്റെ ആളായിട്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ, എൻ്റെ തൃപ്തി നേടുന്നത് പോലെ ഒന്നുകൊണ്ടും എന്നിലേക്ക് അടുക്കുകയില്ല. ഞാൻ ചോദിച്ചു, ബിഫഹ്മിൻ അംബി ഗൈരി ഫഹ്മിൻ, ഞാൻ അർത്ഥം അറിഞ്ഞുകൊണ്ടോതണോ? അർത്ഥമറിയാതെ ഓതിയാൽ മതിയാകുമോ? ബിഫഹ്മിൻ അംബി ഗൈരി ഫഹ്മിൻ, അർത്ഥമറിഞ്ഞോതിയാലും അറിയാതെ ഓതിയാലും
എൻ്റെ ഖുർആൻ കൊണ്ട് എന്നിലേക്ക് അടുക്കും പോലെ, എൻ്റെ തൃപ്തി കിട്ടുന്നത് പോലെ ഒന്നുകൊണ്ടും എന്നെ തൃപ്തി കിട്ടൂല. എത്ര മുഅ്മിനീങ്ങളുണ്ട് ഉസ്താദേ, ദുആ ചെയ്യണം ഒന്ന് നന്നാവാൻ, ആഖിബത്ത് നന്നാവാൻ, ഈമാൻ കിട്ടാൻ, മരിക്കുന്ന സമയത്ത് റബ്ബിന്റെ തൃപ്തി കിട്ടി ഈമാനോടെ മരിക്കാൻ പറയുന്നത് ആത്മാർത്ഥതയോട് കൂടെയാണോ, മനസ്സറിഞ്ഞ് പറയുന്നതാണോ, ഹൃദയം കൊണ്ട് പറയുന്നതാണോ? ഈ ഖുർആൻ കൊണ്ട് റബ്ബിലേക്ക് അടുക്കും പോലെ, ഈ ഖുർആൻ കേൾക്കുന്നതനുസരിച്ച്, ഈ ഖുർആൻ ഓതുന്നത് കൊണ്ട് റബ്ബിന്റെ തൃപ്തി കിട്ടുന്നത് പോലെ ഒന്നുകൊണ്ടും റബ്ബിന്റെ തൃപ്തി കിട്ടൂല. ഹും അഹ്ലുല്ലാഹി വഖാസതുഹു, അവരല്ലാന്റെ ആളുകളാ, റബ്ബിന്റെ പ്രത്യേകക്കാരാ. എല്ലാ ദിവസവും ഒരു യാസീൻ ഓതിയ പരിചയം നമ്മിൽ പലർക്കുമുണ്ടോ? വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത തീർക്കാനെന്ന നിലക്ക് നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ സൂറത്തിന് പുറമെ ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും കൃത്യമായിട്ട് ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഓതാതിരുന്നിട്ടില്ല. പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? മുഅ്മിനീങ്ങളുണ്ടോ? അല്ലാഹ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ, അല്ലാഹുവിനെ കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ നിഅമത്തുകളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ ഖുദ്റത്തുകളും അവന്റെ അജായിബുകളും കേൾക്കുന്ന സമയത്ത് വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പെടക്കുകയാ. ആയത്തോതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാ. വിശുദ്ധ ഖുർആന, അവരാണ് മുഅ്മിനീങ്ങള്, അവരാണ് വിശ്വാസികള്, അവരാണ് ഈമാനുള്ളവര്. ഖുർആനിലില്ലയോ? എത്ര ആളുണ്ട് അൽക്കഫ് ഓതിയല്? വെള്ളിയാഴ്ച അൽക്കഫ് ഒറ്റ സോദാത്തില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്? വയത് പറയാൻ എന്തൊരു സുഖം എന്നറിയോ? കേൾക്കാനോ അതിലും ഭയങ്കര സുഖം. സംഘടിപ്പിക്കാനും വലിയൊരു കുഴപ്പമൊന്നുമില്ല. വൽ മുഷ്കിലു ഖബൂലുഹാ, സ്വീകരിക്കലാണ് പ്രയാസം. ഞാൻ ചോദിക്കുന്നു, മക്കളെ, നമുക്ക് മരിച്ചു പോണ്ടേ? നമ്മൾ ഈ കേൾക്കുന്നൊന്നും സത്യമല്ലേ? നമുക്കിതിലൊന്നും വിശ്വാസമല്ലേ? എങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? എങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് സുഖസൗകര്യങ്ങളോട് ജീവിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ നമ്മൾ ത്യജിക്കുന്നത് എന്തിനാ? വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഭാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നില്ല. യസ്സിറൂ വലാ തുഅസ്സിറൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, യസ്സിറൂ, നിങ്ങളെപ്പോഴും എളുപ്പമുണ്ടാക്കണം. വലാ തുഅസ്സിറൂ, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ബശ്ശിറൂ, നിങ്ങളെപ്പോഴും ആളുകളെ സന്തോഷിപ്പിക്കണം. വലാ തുനഫിറൂ, നിങ്ങളാരെയും വെറുപ്പിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് കാര്യത്തിൽ ഇഷ്ടമുള്ളത് ചെയ്യാൻ തങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടാൽ ഏറ്റവും എളുപ്പമുള്ളതാണ് തങ്ങൾ ചെയ്തിരുന്നത്, ഐസറാണ് തങ്ങൾ തെരഞ്ഞെടുത്തിരുന്നത്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷേ തീരെ നമുക്കൊരു ബോധം വേണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണ്ടേ? മുത്തുനബിയോടുള്ള കടപ്പാട് നിർവഹിക്കണ്ടേ? അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കണ്ടേ? എന്തൊക്കെയാ റബ്ബ് നമുക്ക് ചെയ്യുന്ന നിഅമത്തുകൾ ശുക്ർ ചെയ്യണ്ടേ? മൻ ഉഅ്തിയ അർബഅൻ ഫഖദ് ഉഅ്തിയ ഖൈറൈദ് ദുനിയ വൽ ആഖിറ. 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ? ഉഅ്തിയ ഖൈറൈദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിൽ ഖൈർ നൽകപ്പെട്ടവനാ, ആഖിറത്തിൽ ഖൈർ നൽകപ്പെട്ടവനാ. 4 കാര്യങ്ങൾ. ഒന്ന്, കൽബുൻ ഷാക്കിറുൻ, നന്ദിയുള്ള കൽബോ. കൂടുതൽ കൂടുതൽ നിഅമത്തുകൾ ലഭിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ശുക്ർ ചെയ്യണ്ടേ? നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും നമ്മുടെ പൂർവീകര് നമ്മൾ അനുഭവിച്ചിരുന്ന സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ 100-ൽ 1 അംശം പോലും അനുഭവിച്ചവരല്ല, സുഖിച്ചവരല്ല. അവർക്ക് ഇതുപോലത്തെ റോഡുണ്ടായിരുന്നോ? വീടുണ്ടായിരുന്നോ? ലൈറ്റ് ഉണ്ടായിരുന്നോ? ഭക്ഷണം ഉണ്ടായിരുന്നോ? അവർക്ക് എന്തെല്ലാം എന്തെല്ലാം ദുരിതങ്ങളാ ആ ആളുകൾ ചെയ്തിരുന്ന ശുക്രിന്റെ 100-ൽ അംശം പോലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വഅദ് പറയാൻ തരപ്പെട്ടവനല്ല ഞാൻ, അർഹതയുള്ളവനല്ല ഞാൻ, ഉപദേശിക്കാൻ പറ്റിയവനല്ല ഞാൻ. പക്ഷേ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ മഹാനായ അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമാണ്. നമുക്കറിയാം ഷാഫിഈ ഇമാം എന്ന് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത് ഈ ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും റാജിഹായത് കൊണ്ട് ഫത്വ നൽകണ്ടേ? റാജിഹല്ലാത്ത അഭിപ്രായം കൊണ്ട് ഫത്വ കൊടുത്താൽ ഷാഫിഈ മദ്ഹബിലെ റാജിഹായ പ്രബലമായ അഭിപ്രായമല്ലാത്തത് കൊണ്ട് ഫത്വ കൊടുത്താൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു ഇറക്കിയതനുസരിച്ച് വിധി പറയാത്തവരാ, അവര് തമ്മാടികളാ, അവര് ളാലിമീങ്ങളാ. അതുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ ഫത്വ കൊടുക്കുന്ന സമയത്ത് റാജിഹായ ഖൗല് കൊണ്ട് ഫത്വ കൊടുക്കണമെന്ന് ഫത്ഹുൽ മുഈനിൽ വരെ സുബ്കി ഇമാമിന്റെ ഖൗലെടുത്ത് ഉദ്ധരിച്ചിട്ടില്ലേ? ഏറ്റവും പ്രബലമായതുകൊണ്ട് ഫത്വ കൊടുക്കാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്. മദ്ഹബിലെ ശൈഖൈനി എന്നറിയപ്പെടുന്ന ഇമാം അബ്ദുൽ കരീം റാഫിഈ, ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവാവി റളിയല്ലാഹു അൻഹുമാ, അവർക്ക് മുൻപ് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയവരാണെങ്കിലും ഏത് വലിയ മഹാനാണെങ്കിലും
ബഹുമാനപ്പെട്ട റാഫി ഇമാമും ബഹുമാനപ്പെട്ട നവവി ഇമാമും അവർ പറഞ്ഞതിന് എതിര് പറഞ്ഞാൽ അത് മദ്ഹബിൽ റാജിഹല്ല. 1000 വാള്യങ്ങളുള്ള ഗ്രന്ഥം എഴുതിയവരുണ്ട്, 1000 വാള്യങ്ങളുള്ള തഫ്സീർ എഴുതിയവരുണ്ട്. ഇമാം റുയാനി ഇമാമിനെ കുറിച്ച് മുതഅല്ലിമീങ്ങൾക്കറിയുമോ? അവിടുന്ന് പറഞ്ഞു ലവിഹ്തറക കുതുബു ശാഫിഈ, ഷാഫി ഇമാമിന്റെ കിതാബുകൾ മുഴുവനും കത്തിക്കരിഞ്ഞ് ചാമ്പലായാൽ, ഔളാഅത്ത് പാഴായി പോയാൽ പേടിക്കണ്ട, അത് മുഴുവനും മനപ്പാടമുണ്ട് എനിക്ക്, ഞാനത് എഴുതി തരുന്നതാ. അത്ര വലിയ പണ്ഡിതനാണ്. പക്ഷേ റുയാനി ഇമാമ് അസ്ഹാബുൽ വുജൂഹിൽ പോലും ഉൾപ്പെട്ട പണ്ഡിതനല്ല. ആ റാഫി ഇമാമും നവവി ഇമാമും അവർ പ്രബലപ്പെടുത്തിയതാണല്ലോ റാജിഹ. സുബ്ഹാനല്ലാഹ്, നവവി ഇമാമും റാഫി ഇമാമും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട നവവി ഇമാമിന്റെ ഖൗലാണ്, അതേ അവിടുത്തെ അഭിപ്രായമാണ്. ഇമാം നവവി തങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ വ്യത്യസ്തമായ ഷാഫി മദ്ഹബിന്റെ മികവാണ്. ഞാൻ മുൻപ് പറഞ്ഞതിൽ തന്നെ പിടിച്ചു തൂങ്ങുകയല്ല, അവർ വീണ്ടും ബഹ്സ് നടത്തുകയാണ്, വീണ്ടും അവർ പഠിക്കുകയാണ്, വീണ്ടും അവർ ഹദീസുകൾ പരതുകയാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞതിന് വിപരീതം കണ്ടാൽ വീണ്ടും മാറ്റി പറയുകയോ, മുമ്പ് പറഞ്ഞതിൽ പിടിച്ചു തൂങ്ങി വാശി പിടിച്ച് നിൽക്കുകയല്ല. നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ ഈ വൈരുദ്ധ്യങ്ങൾ കാണാം. അവിടുന്ന് അവസാനം എഴുതിയിട്ടുള്ള കിതാബാണ് ബഹുമാനപ്പെട്ട ഷൈഖ് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ മുഹദ്ദബിന് ശർഹായ ശറഹുൽ മുഹദ്ദബ്. ഇത് മുഹദ്ദബിന്റെ ശർഹല്ല, ഇത് മദ്ഹബിന്റെ ശർഹ. ആമുഖത്തിൽ തന്നെ പറഞ്ഞതാ, പടച്ച റബ്ബിന്റെ അലംഘനീയമായ വിധി കൊണ്ട് റിബാ ബാബിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട നബി ഇമാം വഫാത്തായതാ. അവിടുത്തെ അവസാനത്തെ കിതാബാണ് ശറഹുൽ മുഹദ്ദബ്. തീർന്നില്ല, ആ ശറഹുൽ മുഹദ്ദബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ ഇമാം നവവി തങ്ങൾ അതിന്ന് കടഞ്ഞെടുത്ത് എഴുതിയ കിതാബാണ് തഹ്ഖീഖ് എന്ന കിതാബ്. അതുകൊണ്ട് നബി ഇമാമിന്റെ അഭിപ്രായങ്ങളിൽ നിന്ന് ഏറ്റവും പ്രബലം തഹ്ഖീഖിൽ പറഞ്ഞതാ. പിന്നെ ശറഹുൽ മുഹദ്ദബ്, പിന്നെ റൗദയാ. സുബ്ഹാനല്ലാഹ്. പിന്നീട് അവിടുന്ന് എണ്ണിയതാണ് അവിടുത്തെ മിൻഹാജും, അതിനും ശേഷമാണ് ശറഹ് മുസ്ലിമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ നവവി ഇമാമും റാഫി ഇമാം റളിയല്ലാഹു അൻഹുമാ അവർക്ക് ശേഷം വന്ന മുതഅഖിരീങ്ങളിൽ ഏറ്റവും പ്രബലമായത് ഇമാം അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി, ഇമാം മുഹമ്മദുർ റംലി, ഇവരുടെ ശബ്ദങ്ങളാണ്, ഇവരുടെ അഭിപ്രായങ്ങളാണ് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം. കേട്ടോ, ഇവർ രണ്ടുപേരും പറഞ്ഞതിനായാൽ അത് അംഗീകരിച്ചുകൂടാ. ഇമാം ഖുർദി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര് മാസാല മശായിഖുനാ യൂസീനാ അവരെഴുതി വെച്ചിട്ടുണ്ട്. റാഫീമ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാമും പറഞ്ഞതാണ് പ്രബലം. അതിനെതിരെ മിണ്ടാൻ പറ്റൂല, അതിനെതിരെ ശബ്ദിക്കാൻ പറ്റൂല. അവിടെ അത്ര വലിയ ആലിമാണ്, ഇത്ര വലിയ ആലിമാണ്, അത്ര ഗ്രന്ഥം എഴുതിയ ആളാണ്, അതൊന്നും പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ കാലച്ചെറുപ്പത്തിൽ തൻ്റെ ഉപ്പ മരണപ്പെട്ട് എന്നെ അസ്ഹറിലെത്തിച്ചത്, അൽ-അസ്ഹറിലെത്തിച്ചത് ആരാണെന്നറിയോ? ഉപ്പയുടെ സ്നേഹിതന്മാരാ. ഞാൻ എന്താണ് മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത്? അവര് സഹിച്ച ത്യാഗം, അവര് ക്ഷമിച്ച ക്ഷമ ഇബ്നു ഹജർ തങ്ങൾ അറിയുമോ?
ഞാൻ അസ്ഹറിൽ പഠിക്കുമ്പോ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. 4 വർഷമായി എനിക്കൊരു മാംസം കിട്ടിയിട്ടില്ല. ഒരു മാംസം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് 4 വർഷത്തിന് ശേഷം ഒരാളൊരു വീട്ടിലേക്ക് ഒരു സദ്യക്ക് ക്ഷണിച്ചതാ. ആ ക്ഷണിച്ച് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയപ്പോൾ മാംസം വേവിച്ചു കൊണ്ടിരിക്കുകയാ, അടുപ്പിലിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാ. ആ ചുട്ടുകൊണ്ടിരിക്കുന്ന മാംസം വേവാൻ നേരമങ്ങ് വെളുത്തുപോയി. നേരം വെളുത്തപ്പോൾ ആ മാംസം കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, അത് വളരെ ഉണങ്ങിപ്പിടിച്ച് അതാ തീയിലിട്ടതുപോലെ അല്പം പോലും കഴിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിലെ വല്ലാത്ത ദുരിതങ്ങളാ, എൻ്റെ കഷ്ടപ്പാടുകളാ. ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ ജീവിത ചരിത്രം എഴുതി വെക്കുകയാ. അതൊക്കെ എനിക്ക് സഹിക്കാമായിരുന്നു. എൻ്റെ സമകാലികരായ വിദ്യാർത്ഥികളിൽ നിന്ന്, എൻ്റെ സമകാലികരായ വലിയ വലിയ ആളുകളിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, അവരിൽ നിന്ന് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിന് കയ്യും കണക്കുമില്ല. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മഹാനായ ശൈഖ് അഹ്മദുൽ ബദവി, അവരെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എനിക്ക് അസ്ഹറില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് എന്നെ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളടുത്ത് കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചിരുന്ന, എന്നെ ദ്രോഹിച്ചിരുന്ന, എന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദുൽ ബദവി നന്നായി ശിക്ഷിച്ചു. എനിക്ക് നീതി വാങ്ങിച്ചു തന്നു. ഞെട്ടി ഉണർന്നപ്പോ എനിക്ക് സമാധാനമായി. എന്നെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും മഹാനായ ശൈഖ് തങ്ങൾ അറിയുന്നുണ്ടല്ലോ. ആഖിറത്തിൽ പ്രതിഫലം കിട്ടുമല്ലോ. മാത്രമല്ല, എനിക്കുള്ളായ ശരീരത്തിലുള്ള അസുഖങ്ങൾക്ക് കയ്യും കണക്കുമില്ല. തൻ്റെ കൂട്ടുകാരൻ എഴുതിയ കത്തിൽ കാണാം, ഏറ്റവും ചെറിയ അസുഖം എനിക്ക് ആർഷസ് രോഗം പിടിപെട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാ, വേദന കൊണ്ട് പുളയുകയാ. അത് ഏറ്റവും ചെറിയ രോഗങ്ങളാ. അതുപോലെ എത്രയെത്ര രോഗങ്ങളാണ് അസ്ഹറിൽ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നത്. ആഖിർ സമാനിലെ മക്കളെ, മുതഅല്ലിമീങ്ങളെ, എന്തെങ്കിലും ഒരു ത്യാഗമോ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഇന്ന് പഠിക്കുന്ന എനിക്കും നിങ്ങൾക്കും എവിടെയെങ്കിലും ഉണ്ടോ? ഈ ഇബ്നു ഹജർ തങ്ങളെ കാണുന്ന സമയത്ത് നാളെ നിൽക്കാൻ പറ്റുമോ? ലോകത്തിന് നൽകിയ സംഭാവനകൾ എത്രയാ, അവിടുത്തെ വിജ്ഞാനങ്ങൾ എത്രയാ. 64 കൊല്ലത്തെ ജീവിതമാണ്. ഈ 64 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള അവിടുന്ന് ചെയ്ത സേവനങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? ക്ഷമിക്കണ്ടേ, സഹിക്കണ്ടേ, ശുക്ർ ചെയ്യണ്ടേ, നന്ദി വേണ്ടേ, ആഖിറം രക്ഷപ്പെടണ്ടേ, മരിച്ചു പോകണ്ടേ, സ്വർഗം കടക്കണ്ടേ, പാലം കടക്കണ്ടേ, ഈമാന് രക്ഷപ്പെടുത്തണ്ടേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത്? വലിസാനും ദാക്കിറ,
ദിക്ർ ചൊല്ലുന്നൊരു നാവ് വേണം, ദിക്ർ ചൊല്ലുന്ന നാവ് വേണം, ഖുർആൻ ഓതുന്ന നാവ് വേണം. ജീവിതത്തിലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, ഇന്ന് നമുക്ക് നമ്മുടെ ശരീരം നാം പറഞ്ഞിടത്ത് കിട്ടുന്നുണ്ട്, നല്ല മെയ്ക്കരുത്ത് നമുക്കുണ്ട്, നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, യഥേഷ്ടം മണിക്കൂറുകൾ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമുക്കതുപോലെ കുനിയാനും നിവരാനും കഴിയുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒന്ന് മുട്ടുവളച്ച് കുനിയാൻ കഴിയാതെ കസേരയിൽ ഇരുന്നും അല്ലാതെയും നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഫർദ് നിസ്കാരത്തിൻ്റെ മുൻപും പിമ്പുമുള്ള റവാത്തിബ് പോലും കൃത്യമായി നിസ്കരിച്ചില്ല. അതേ നിസ്കാരത്തിന് ശേഷം ചൊല്ലിത്തീർക്കേണ്ട ദിക്റുകൾ പോലും നിർവഹിച്ചില്ല. ഒരു ജോലിയുമില്ല, ഒരു ശുഗലുമില്ല, ഒരു തിരക്കുമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് അറിയില്ലേ? എൻ്റെ വിഷയം മാറിപ്പോകും, ഞാൻ നിർത്തുകയാണ്. വഹൽ തൻതളിറൂന, നിങ്ങൾക്കൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ഇല്ലാ സബ്അൻ, 7 കാര്യങ്ങളെ നിങ്ങളെ മുൻപിൽ ഇനി വരാനുള്ളൂ. 7 കാര്യമല്ലാത്ത ഒരു കാര്യം ഇനി നിങ്ങൾക്ക് വരാനില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, മുത്തുനബിയെ പറ്റി കേൾക്കുമ്പോൾ, ആഖിറത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും ഒന്ന് തിരുത്തിയിട്ട് ശിഷ്ടം വരുന്ന ജീവിതമെങ്കിലും നന്നാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഞാനിതാ പറയുന്നു, ഹബീബ് റസൂലുള്ളാഹ്, മക്കളെ 7 കാര്യങ്ങളെ നമുക്ക് വരാനുള്ളൂ. ഫഹൽ തൻതളിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ. നമ്മുടെ എല്ലാ ആത്മീയ ബോധവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന, അഹങ്കാരികളും ധിക്കാരികളുമാക്കി കളയുന്ന സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും ഒരുപക്ഷെ നമുക്ക് നാളെ വരാൻ പോകുന്നത്. എത്രയെത്ര ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് 18ഉം 20ഉം വയസ്സുള്ളവർ, 25ഉം 30ഉം വയസ്സുള്ളവർ, അവരതാ പിന്നീട് വലിയ വലിയ കോടീശ്വരന്മാരാകുന്നു. ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും UAE-യിലുമൊക്കെ പോയിട്ട് വലിയ വലിയ സമ്പന്നരായിത്തീരും. വലിയ സമ്പന്നരായിത്തീരുമ്പോൾ പലരും നേരത്തെയുള്ള ജീവിതം മറക്കും, അള്ളാഹുവിനെ മറക്കും. പിന്നൊരു ദിക്റിന്റെ മജ്ലിസിന് വരാൻ സമയം കിട്ടൂല, ഒരു വഅദിന് വരാൻ സമയം കിട്ടൂല, ഇതുപോലത്തെ ഒരു മജ്ലിസിലും അവരെ കാണൂല, അവർക്ക് സമയമില്ല. ഞാൻ ചോദിക്കുന്നു, ലക്ഷങ്ങളും കോടികളും അതിലപ്പുറവുമൊക്കെ വലിയ വലിയ വരുമാനമുള്ള കോടീശ്വരന്മാര് എവിടെയെങ്കിലും ഇതുപോലത്തെ സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വഅദിന്റെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുത്തുനബിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ദിക്ർ ഹൽക്കയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേ, അവരെ ശക്തി കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് ഏത് ധിക്കാരവും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട്. എത്ര ആളുകൾ അങ്ങനെ മുതലാളിമാരായിട്ടുണ്ട്. അതിനാൽ ബാദിറൂ ബിൽ അഅ്മാലി സബ്അൻ, അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്യണം.
അതിൻ്റെ മുമ്പ് നിങ്ങൾ ദിക്ർ ചൊല്ലണം, അതിൻ്റെ മുമ്പ് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം, അതിൻ്റെ മുമ്പ് നിങ്ങൾ അല്ലാഹനെ കേൾക്കണം, അതിൻ്റെ മുമ്പ് നിങ്ങൾ മുത്തുനബിയെ കേൾക്കണം, അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈമാൻ ഉറപ്പിക്കണം, അതിൻ്റെ മുമ്പ് റബ്ബിനെ പറ്റി നിങ്ങൾ കേൾക്കണം, അതിൻ്റെ മുമ്പ് റബ്ബിൻ്റെ ശിക്ഷ നിങ്ങൾ കേൾക്കണം, അതിൻ്റെ മുമ്പ് ദുനിയാവിൻ്റെ വില കുറവ്, ഈ ദുനിയാവിൻ്റെ നിസ്സാരത, അതിൻ്റെ മുമ്പ് നിങ്ങൾ കേൾക്കണം. എന്നാൽ ഈ സാലിഹായ അമലിൻ്റെ വെളിച്ചം കൊണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ റബ്ബിനെ മറക്കൂല, അഹങ്കാരികളാകൂല, ധിക്കാരികളാകൂല. അങ്ങനത്തെ ആളുകളും അപൂർവമായിട്ടുണ്ടല്ലോ. അതേ സമയത്ത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഔ ഫഖ്റൻ മുൻസിയാ, എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യം വന്നാലോ, പെണ്ണ് കെട്ടി കല്യാണം കഴിച്ചു മക്കളുണ്ടായി, ഉമ്മയുണ്ട് ഉപ്പയുണ്ട്, ദാരിദ്ര്യ കുടുംബമാണ്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. ആ ജോലി സമയത്ത് നല്ല മതബോധമുള്ള ഒരു മുതലാളിന്റെ മുമ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തന്നെ ഫർദ് നിസ്കാരത്തിനെ നിങ്ങൾക്ക് സമയമുള്ളൂ, ദിക്റിനും ദുആക്കും നിങ്ങൾക്ക് സമയമില്ല, ഒരു ഹൽക്കക്ക് പോകാനും സമയമില്ല, വഅദ് കേൾക്കാൻ പോകാൻ സമയമില്ല, നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയമില്ല, ആരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളോട് ഖിയാമത്ത് നാളിൻ്റെ മുൻപ് ഇനി വരാനുള്ളത് ദാരിദ്ര്യം മാത്രമാ. 5 ഘട്ടങ്ങൾ വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. വലിയ സാമ്പത്തിക അഭിവൃദ്ധി വരുമെന്ന് പറഞ്ഞിരുന്നു. സമ്പത്ത് ഇങ്ങനെ ഒലിക്കുന്ന രൂപത്തിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്ന ഒരു കാലം, ഏത് പണവും ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പറ്റിയിരുന്ന ഒരു കാലം, എവിടെ നോക്കിയാലും പണം കിട്ടിയിരുന്ന ഒരു കാലം. അങ്ങനെ എല്ലാ വീടുകളും വലിയ വീടുകളാക്കി, കല്യാണങ്ങൾ ആർഭാടമാക്കി, എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്ത് ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് വലിയ സാമ്പത്തിക മാന്ദ്യമാണ് വരുന്നത്. എനിക്ക് ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഈ മാന്ദ്യം തീരൂല. കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം വരുത്തിയിട്ടുള്ള വലിയ കാട്ടുതീ പടർന്നു പിടിച്ച് കാലിഫോർണിയ കത്തി നശിക്കുകയാ, അമേരിക്ക കടന്ന് വിറക്കുകയാ, ലോക പോലീസായ അമേരിക്ക ഇന്ന് വിറക്കുകയാ. മക്കളെ, ഇനി പഴയ സാമ്പത്തിക പുരോഗതി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദാരിദ്ര്യമേ ഇനി വരാനുള്ളൂ. ഇല്ല, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങളെ ഉസ്താദിനോട് ചോദിക്കി, ഹദീസിലില്ലേ, മുത്തുനബി പറഞ്ഞിട്ടില്ലേ, ഒരു കാളയുടെ തലക്ക് വേണ്ടിയിട്ട് പട്ടിണി കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് 40-ലധികം ആളുകൾ അതിനു വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് അത് തിന്നാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? സംഭവിക്കൂലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് ദാരിദ്ര്യമായിരിക്കും ഒരുപക്ഷെ വരാനുള്ളത്. ദാരിദ്ര്യം വന്നാലോ ഒന്നും പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ചെറിയ ചെറിയ പൈതം മക്കൾ വീട്ടിൽ സ്കൂളിലേക്കുള്ള പഠനോപകരണങ്ങൾക്ക് വേണ്ടി, സ്കൂളിൽ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി, ബസ്സിനതാ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി, കരണ്ട് ബില്ലടക്കുന്നതിന് വേണ്ടി, റേഷനരി വാങ്ങിക്കുന്നതിന് വേണ്ടി, പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഞെട്ടോട്ടം ഓടുമ്പോ നിങ്ങൾ പള്ളി മറന്നുപോയി, സുന്നത്തുകൾ മറന്നുപോയി, നേർച്ചകൾ മറന്നുപോയി, വഴിപാടുകൾ മറന്നുപോയി. അത്തരം ദാരിദ്ര്യം നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുമ്പ് വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു വെച്ചോ.
അതിന്റെ മുമ്പായിട്ട് വല്ല അമലുകളും ചെയ്തു വെച്ചോളൂ. ആ സൽക്കർമ്മത്തിന്റെ വെളിച്ചം കൊണ്ട് ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ നശിക്കൂല, നിങ്ങൾ തകരൂല, ഈമാൻ നഷ്ടപ്പെടൂല. അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഓ ചെറുപ്പക്കാരാ, നിനക്ക് നല്ല മസിൽ പവറുണ്ട്, നല്ല ശക്തിയുണ്ട്, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, അറ്റാക്ക് ഇല്ല, ഹൃദയത്തിന് കംപ്ലൈന്റ് ഇല്ല, തടിയും മുടിയും നരച്ചിട്ടില്ല, നല്ല ആരോഗ്യവാന്, കാലിന് കംപ്ലൈന്റ് ഇല്ല, മുട്ടിന് കംപ്ലൈന്റ് ഇല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ല, രോഗങ്ങളൊന്നുമില്ല, പല്ലൊന്നും പോയിട്ടില്ല, സംസാരത്തിന് കൊഞ്ഞു വന്നിട്ടില്ല, വായോടെയും ചോടിയും ഒട്ടിച്ചുളിഞ്ഞിട്ടില്ല, ഇപ്പോഴും നല്ല ചെറുപ്പക്കാരെ പോലെ ആരോഗ്യവാനാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഔ മറളൻ മുഫ്സിദാ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗമായിരിക്കും വരാൻ പോകുന്നത്. ഇന്ന് കംപ്ലൈന്റ് ഇല്ലാത്തവന് നാളെ വരാലോ, ഇന്ന് അറ്റാക്ക് ഇല്ലാത്തവന് നാളെ അറ്റാക്ക് വരാലോ, ഇന്ന് ബ്ലോക്ക് ഇല്ലാത്തവന് നാളെ ബ്ലോക്ക് വരാലോ, ഇന്ന് കൊളസ്ട്രോൾ ഇല്ലാത്തവന് നാളെ വരാലോ. ഇതുകൊണ്ട് മാരകമായ രോഗം നിങ്ങൾക്ക് വന്നാൽ അല്ലാ നിങ്ങൾക്കൊന്ന് നിവരാൻ കഴിയില്ല. സൃഷ്ടിച്ച റബ്ബിന് നെറ്റി നിലത്ത് വെച്ചൊരു സുജൂദ് ചെയ്യാൻ കഴിയില്ല. കണ്ണിന് നിങ്ങൾക്ക് കാഴ്ച കിട്ടൂല. ഒരു ഖത്മ് ഖുർആൻ ജീവിതത്തിൽ ഓതി തീർത്തിട്ടില്ല, ഇനി ഓതണമെന്ന് ചിന്തിച്ചിട്ട് കാര്യല്ല. കണ്ണിന് കാഴ്ചയില്ല, ഇനി എങ്ങനെ ഓതി തീർക്കും? ആവുന്ന കാലത്ത് ഓതിയില്ല, ഇപ്പോൾ കാഴ്ചയില്ല, ഓതാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ, ഒരു സുജൂദിന് സാധിക്കുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ഫർള് തന്നെ കൃത്യമായിട്ട് പറ്റുന്നില്ല. ഇങ്ങനത്തെ രോഗം വരാ. ഈ രോഗം വരുന്നതിൻ്റെ മുമ്പ് മോനെ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചോ. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. 15, 20, 25, 30, 35 ഒക്കെ നല്ല ആരോഗ്യമുള്ള, സുബ്ഹാനല്ലാഹ്, 10, 18 വയസ്സ് പ്രായമുള്ള, 20, 22 വയസ്സ് പ്രായമുള്ള നല്ല നല്ല മുതഅല്ലിമീങ്ങള്, ആരോഗ്യമുള്ള മുതഅല്ലിമീങ്ങള്. അല്ലാഹ്, സുന്നത്ത് നിസ്കാരത്തിൽ കൃത്യതയില്ല, വിത്ർ നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല, ദുഹാ നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല, ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല. മോനെ, നിനക്കൊരു രോഗം വന്നാൽ നിന്നെ പോലെ പരാജയപ്പെട്ടവനാരാ? ഇതെല്ലാം കാലം ചെറുപ്പത്തിൽ ചെയ്ത് ശീലിച്ചവനാണോ? നിനക്ക് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നാൽ, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നാൽ, ഒരു ഭാഗം കുഴഞ്ഞു പോയാൽ, നടക്കാൻ പറ്റാതെ വന്നാൽ, നിനക്കറിയില്ലേ പൊയ്യത്ത് വലി അബ്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ? കേരളത്തിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും, എല്ലാ സാദാത്തുക്കളും, ഈ സമീപത്തുള്ള ആലിമീങ്ങൾക്ക് മുഴുവനും ആ പൊയ്യത്ത് വയലെന്ന് പറഞ്ഞ അബ്ദുവിനെ നല്ല പരിചയമായിരുന്നു. വല്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ സ്റ്റോക്ക് വന്ന് ദൂരരോഗം പിടിപെട്ട് വർഷങ്ങളോളം കിടന്ന് അടുത്ത് വഫാത്തായി പോയി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ ആ ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച സുഹൃത്ത് ബന്ധങ്ങൾ, സമ്പാദിച്ച ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എത്ര ആളുകളാ ദുആ ചെയ്തത്, എത്ര ആളുകളാ സന്ദർശിച്ചത്. അതുപോലത്തെ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ നീ എത്ര പതിറ്റാണ്ടുകൾ ജീവിച്ചാലും ചോദിക്കൂ നിന്റെ ഉസ്താദിനോട്. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലം മുഴുവനും രോഗം കൊണ്ട് നിന്നുപോയാൽ റബ്ബ് കൃത്യമായിട്ട് തരൂലേ?
പ്രതിഫലം കിട്ടൂലേ? അതേ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് കൃത്യമായി നിസ്കരിച്ചില്ല, എല്ലാ തോന്നിവാസങ്ങളിലും സജീവമാ, എല്ലാ മുദ്രാവാക്യങ്ങളിലും സജീവമാ, മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിച്ചവനാ, അടിച്ചു പൊളിച്ച് ജീവിച്ചവനാ, മുരിങ്ങാക്കായ പോലെ മുടി വളർത്തിയവനാ, ഇല്ലല്ലാ ഫ്രീക്കനായി ജീവിച്ചവനാ. നിനക്കെങ്ങാനും സ്റ്റോക്ക് വന്നാൽ, നിന്റെ ഭാര്യയെങ്ങാനും നിന്നൊന്ന് താങ്ങിപ്പിടിച്ചാൽ, ഒരാഴ്ചക്കാലം നിന്റെ മക്കളോ നിന്റെ ബന്ധുക്കളോ നിന്റെ മാതാപിതാക്കളോ നിന്റെ ചേട്ടാനുജന്മാരോ നിന്നെ ഒന്ന് താങ്ങേണ്ടി വന്നാൽ, നീ ഉദ്ദേശിച്ചത് പോലെയാവാതിരുന്നാൽ, നിനക്ക് ദേഷ്യം വന്നാൽ, അവര് മുഴുവനും പറയൂലേ, ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. നീയും ഓർത്തുപോകും, എന്നാർക്കും വേണ്ട, ഭാര്യക്ക് വേണ്ട, പിഞ്ചുമക്കൾക്ക് വേണ്ട, ചേട്ടാനുജന്മാർക്ക് വേണ്ട, കുടുംബത്തിന് വേണ്ട, ഒന്ന് മരിച്ചെങ്കിൽ എന്ന് നീയും ചിന്തിക്കും. മരിച്ചിട്ട് എന്ത് ഒലക്കയാടാ, എന്താടാ സമ്പാദിച്ചത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന രോഗം വരുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കണ്ടേ? റസൂലുള്ളാഹ്. ആരോഗ്യം ഔ മറദൻ മുഫ്സിദ. ഇനിയല്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്നത് ഔ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുള്ള മരണമായിരിക്കും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലബിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിന്റെ ചുറ്റുപാടിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുള്ള മരണമായിരിക്കും നിനക്ക് വരാനുള്ളത്. അല്ലാ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈ കാര്യങ്ങളല്ലാതെ നമ്മുടെ മുമ്പിൽ വല്ലതും ഇനി വരാനുണ്ടോ? ഔ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുള്ള മരണം വന്നാൽ ഒരു തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ല, ഒന്ന് അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ സമയം കിട്ടിയില്ല, ആരോടും ഒരു ബാധ്യത തീർക്കാൻ സമയം കിട്ടിയില്ല, ഒന്നിനും സമയം കിട്ടാതെ പെട്ടെന്നുള്ള മരണം. അതല്ലേ പലർക്കും ഇന്ന് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, കുട്ടികളോട്, നിങ്ങൾക്കറിയുമോ, ഒരു മാസം മുമ്പ് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് 3-4 പെൺകുട്ടികൾ സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ടങ്ങ് വീട്ടിലേക്ക് പോകുമ്പോൾ 4 പെൺകുട്ടികളാ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ് പോകുന്ന കുട്ടികളാ. ഒരേ സ്പോട്ടിൽ 4 പേരും മരിച്ചുപോയി. എത്ര സംഭവങ്ങൾ, എത്ര കുരുന്നുകൾ, എത്ര ചെറുപ്പക്കാരികൾ, എത്ര ചെറുപ്പക്കാര്, എത്ര യുവാക്കള്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. പക്ഷേ റബ്ബ് നമ്മുടെ കൽബിൽ സീലടിച്ചത് കൊണ്ട് പലതും നമുക്ക് ഉപകരിക്കുന്നില്ല. ഓ സഹോദരാ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഇനി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, സുബ്ഹാനല്ലാഹ്. അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതെന്താ? അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, അവിദ്ദജ്ജാൽ, ഏതെങ്കിലും കൊടും ചതിയിലായിരിക്കും നിങ്ങൾ പെടാൻ പോകുന്നത്. കളവ് പറഞ്ഞ് പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ചതിയന്മാരിൽ, ഏതെങ്കിലും കള്ളത്വരീക്കത്തുകളിൽ, ഏതെങ്കിലും വ്യാജത്വരീക്കത്തുകളിൽ, ഏതെങ്കിലും ബിദ്അത്തിന്റെ കക്ഷികളിൽ. അല്ലാഹ് ഒരു പ്രസംഗം കേട്ടതാണ്, യൂട്യൂബിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ്.
അല്ലെങ്കിൽ ആരോ നിങ്ങളെ പറഞ്ഞു കൊണ്ടുപോയതാണ്. ഇങ്ങനെ നിങ്ങളെ ആകെയുള്ള ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ദജ്ജാൽ. ദജ്ജാല് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, വലിയ കളവ് പറഞ്ഞ് പറ്റിക്കുന്നവനെന്നാ. അതിലെ ഏറ്റവും വലിയ സൂപ്പറാണ് മസീഹുദ് ദജ്ജാൽ. ആ മസീഹുദ് ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ദജ്ജാലുകളെ നിങ്ങൾ കണ്ടുപെടും. അങ്ങനെ ഏതെങ്കിലും കള്ളന്മാരെ കണ്ടുപെടും. ആ കള്ളന്മാരെ കണ്ടുപെട്ടാൽ ഏതെങ്കിലും വ്യാജ ത്വരീഖത്തിന്റെ ശൈഖുമാരെന്ന് പറയപ്പെടുന്ന സിദ്ധന്മാരെ കണ്ടാൽ, ബിദ്അത്തുകാരെ കണ്ടാൽ, വല്ല ബിദ്അത്തുകാരനെയും നിങ്ങൾ കണ്ടുപെട്ടാൽ, അവന്റെ ശർറിൽപ്പെട്ടാൽ നിങ്ങൾ തകർന്നില്ലേ? ചിന്തിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, എൻ്റെ ഉമ്മത്ത് സതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, 73 കക്ഷികളായി എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, അവര് മുഴുവനും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മില്ലത്തൊഴിച്ച്, ഞാനും എൻ്റെ സ്വഹാബത്തും കാണിച്ചു തന്ന മില്ലത്തൊഴിച്ച് ഈ 72 മില്ലത്തുകളെയും ഇമ്മത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 72 ബിദ്അത്തിന്റെ ആളുകളോ. ഉമ്മുൽ ബറാഹീൻ എന്ന് പറയുന്ന ചെറിയൊരു കിതാബുണ്ട്, അഖീദയുടെ കിതാബാണ്. ആ ഉമ്മുൽ ബറാഹീൻ ഒരു ശറഹുണ്ട്. ആ ശറഹ് എഴുതിയിട്ടുള്ള മുസന്നിഫിന്റെ പേര് ഞാൻ വിട്ടുപോയി. അല്ലാഹ് 72 കക്ഷികളെയും അതിൽ എണ്ണിയിട്ടുണ്ട്. അല്ലാഹ് അടിസ്ഥാനപരമായിട്ട് 6 കക്ഷികളാണ്. ഓരോ കക്ഷികളും 12 സംഘങ്ങളാണ്. ഖവാരിജ് അതിലുണ്ട്, മുർജിഅത്ത് അതിലുണ്ട്, മുഅ്തസിലത്ത് ഉണ്ട്, മുശബ്ബിഹത്ത് ഉണ്ട്, മുജസ്സിമത്ത് ഉണ്ട്. ഇങ്ങനെ 6 അടിസ്ഥാന ഷിഅത്തുണ്ട്. അടിസ്ഥാനപരമായിട്ട് 7 കക്ഷികളാണ്, 6 കക്ഷികളാണ്. 6ൽ ഓരോ ടീമും 12 വിഭാഗമാണ്. 6, 12, 72 ഈ 72 കക്ഷികളെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ 72 കക്ഷികളിൽ നിന്ന് പലരിൽ നിന്നും അടർത്തിയെടുത്ത വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചു പുലർത്തുന്നവരാണ് ഇന്നത്തെ മുബ്തദീഇങ്ങളെന്ന് പറയുന്നത്. മുഴുവനും മുഅ്തസിലത്തിൻ്റെതല്ല, മുഴുവനും മുർജിഅത്തിൻ്റെതല്ല, മുഴുവനും മുജസ്സിമത്തിൻ്റെതല്ല. വിവിധ കക്ഷികളുടെ പല ആശയങ്ങളും ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൂട്ടിയവരാണ് അങ്ങനെ പിഴച്ചുപോയ കക്ഷികൾ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അതിൻ്റെ ആളുകളെ നിങ്ങൾ എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ, ഏതെങ്കിലും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലോ, മംഗലാപുരത്ത് പള്ളിയിൽ കയറിയപ്പോഴോ, ഗൾഫിലേതെങ്കിലും റൂമിൽ തങ്ങിയപ്പോഴോ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അതാ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളെ പ്രശ്നപരിഹാരത്തിന് ഏതെങ്കിലും കള്ള ശൈഖിൻ്റെ അരികിലോ നിങ്ങൾ ചെന്നുപെട്ടാൽ, ഇതുവരേക്കും നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിനെ നിങ്ങൾ വിട്ടുപോയി, ആലിമീങ്ങൾ പഠിപ്പിച്ചത് വിട്ടുപോയി, ഈമാൻ നിങ്ങളുടേത് തെറ്റിപ്പോയി. നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുബ്തദിഅത്ത് ആരാണെന്നറിയുമോ? ഖവാരിജാണ്. ഖവാരിജാരാ? അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഖവാരിജ്. അവിടുന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, അലിയേ അതദ്രി മൻ അഷ്ഖൽ ഖൗമി അഷ്ഖൽ അവ്വലീന വൽ ആഖിരീന, കഴിഞ്ഞുപോയ സമുദായങ്ങളിലും
ഇനി വരാൻ പോകുന്ന ഈ ഉമ്മത്തിന്റെ അവസാന കാലങ്ങളിലും ഈ രണ്ട് സമുദായത്തിന് കഴിഞ്ഞവരിലും വരാനിരിക്കുന്നവരിലും ഏറ്റവും പരാജയപ്പെട്ട ദുര്യോഗമുള്ളവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫഖാല ലഹും റസൂലുള്ളാഹി നഅഖത്തല്ലാഹി വസുഖിയാഹാ ഇദിംബഅസ അഷ്ഖാഹാ കദബത് സമൂദു ബിതഖ്വാഹാ ഇദിംബഅസ അഷ്ഖാഹാ. അതേ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഒട്ടകത്തെ കൊന്നവനാണ്. പാറക്കെട്ടിൽ നിന്ന് പുറപ്പെടിച്ചിരിക്കുന്ന ഒട്ടകം, അപ്പോൾ തന്നെ അതുപോലത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒട്ടകം, വല്ലാത്തൊരൊട്ടകം, നാക്കത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഒട്ടകം. നാളെ സ്വർഗത്തിൽ 10 മൃഗങ്ങൾ വരുമ്പോൾ ഒന്ന് ഈ ഒട്ടകമാണ്. ആ ഒട്ടകത്തെ കൊന്നവനാണ്. ഇതിംബഅസ അഷ്ഖാഹാ, ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവനാണ് അവൻ. ആ ഒട്ടകത്തെ കൊല്ലാൻ തയ്യാറായത്. അങ്ങനെ കുദാർ എന്ന മനുഷ്യൻ, ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞു, അലിയേ, അത് അഷ്കൽ അവ്വലീൻ, അത് പൂർവ്വ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവനാണ്, ഏറ്റവും പരാജയപ്പെട്ടവനാണ്. എന്നാൽ കഴിഞ്ഞു പോയവരിൽ വെച്ചും വരാനിരിക്കുന്നവരിൽ വെച്ചും ഏറ്റവും ദുഷിച്ചവനാരാ നിങ്ങൾക്കറിയുമോ? അലിയാരി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, എനിക്കറിയൂല. അലി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു, അത് ആരാണെന്നറിയുമോ? ഖാതിലുക്കാ, നിങ്ങളെ കൊല്ലുന്നവനാണ്. നിങ്ങളെ നെറ്റിത്തടം മുതൽക്ക് പാദങ്കാല് വരേക്കും വിഷത്തിലൂട്ടപ്പെട്ട വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് രക്തമൊലിപ്പിച്ച് നിങ്ങളെ കൊല്ലുന്നവനാണ്. അവനാണ് ഈ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവൻ, ഏറ്റവും പരാജയപ്പെട്ടവൻ. അറിയുമല്ലോ, ഖവാരിജിന്റെ കൂട്ടത്തിൽപ്പെട്ട മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച ഖവാരിജ്, നെഹ്റുവാനിൽ 4000-ഓളം വരുന്ന ഖവാരിജ്. അതേ ബഹുമാനപ്പെട്ട അലിയാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, മുആവിയത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്, അംർ ഇബ്നു ആസ് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, സ്വഹാബത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അവരൊക്കെ റബ്ബിന്റെ നിയമത്തിനെതിരെ ചെയ്തവരാണ്, അവർ പിഴച്ചവരാ എന്ന് പറഞ്ഞുകൊണ്ട് മാറി താമസിച്ചു. നെഹ്റുവാനിൽ പോയി താമസിച്ച 4000 ആളുകളുണ്ട്. അവര് ഖവാരിജുകളാണ്. മുത്തുനബി പറഞ്ഞു, അവരെ നിസ്കാരവും നിങ്ങളെ നിസ്കാരവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല, നന്നായിട്ട് നിസ്കരിക്കുന്നവരാണ്. അവരുടെ നോമ്പും നിങ്ങളെ നോമ്പും താരതമ്യപ്പെടുത്തിയാൽ നിങ്ങളുടെ നോമ്പൊന്നുമല്ല, അവർ എന്നും സുന്നത്ത് നോമ്പെടുക്കുന്നവരാണ്. അവരെ ഖുർആനോത്തും നിങ്ങളെ ഖുർആനോത്തും വല്ലാത്ത ഖുർആനോതുന്നവരാണ്. പക്ഷേ അവരെ ഖുർആൻ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുകയില്ല. ഹബീബ് തങ്ങൾ പറഞ്ഞു, അതേ നിസ്കരിച്ചു എന്നതുകൊണ്ട്, താടി വെച്ചു എന്നതുകൊണ്ട്, അവരതാ മുടി ശരിക്കും സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അടയാളമെന്നോണം സീമാഹു മുത്തഹരീഖ്, ആഴ്ചയിൽ മുടി മുണ്ടനം ചെയ്യുന്നവരാണ്. അത്രയും നല്ല കർമ്മമുള്ളവരാ, ഇബാദത്തുള്ളവരാ, പക്ഷേ ദുഷിച്ചവരാ, പിഴച്ചവരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോർക്കുമോ? ഈ ഖവാരിജികളെ പറ്റി. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളൊരു പന്നിയെ കൊന്നുപോയി. ആ പന്നിയെ കൊന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, പന്നിയെ കൊല്ലാൻ പറ്റുമോ? അഹ്ലു കിതാബിൽപ്പെട്ടവർ വളർത്തുന്ന ജീവിയല്ലേ, അതിനെ കൊല്ലാൻ പറ്റുമോ? അത് കാരണമായി പന്നിൻ്റെ ഉടമക്കാരനെ അന്വേഷിച്ച് കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തപ്പെടിക്കാൻ മാത്രം ആത്മഭക്തജനങ്ങളാ
ഭക്തിപ്രസ്ഥാനമാണ് ഖവാരിജ്. തീർന്നില്ല. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു കാരക്ക വഴിയിൽ നിന്ന് എടുത്തു തിന്നതിന്റെ പേരിൽ അത് വായിലിട്ടുകൊണ്ട് ഛർദിച്ചവനാ. അത്രയും ഭക്തിയിൽ ജീവിക്കുന്ന ഖവാരിജ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെയും തൻ്റെ പ്രിയപ്പെട്ട ഗർഭിണിയായ ഭാര്യയെയും അതേ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനടക്കം കുത്തിക്കൊലപ്പെടുത്തി കൊന്നവരാണ്. എന്നിട്ട് നെഹ്റുവാനിൽ പോയിട്ട് അഭയം നേടിയവരാണ്. അലി റളിയല്ലാഹു അൻഹു 60,000 സൈന്യവുമായിട്ട് ഷാമിലേക്ക് പോകുമ്പോൾ ഇവരെ അറിഞ്ഞു. ഇവരരികിൽ ചെന്നുകൊണ്ട് വിളംബരം ചെയ്തു, നിങ്ങൾ സ്വഹാബത്തിനെ കൊന്നവരാണ്. ഹബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരാണ്. ഇവർക്കെതിരായ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ് അതിനു കാരണം. ഇരിക്കട്ടെ, ആ കാതകൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ഇങ്ങ് വിട്ടു തന്നേക്കണം. വിട്ടുതരാൻ തയ്യാറായില്ല. അവസാനം അവർക്ക് യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നു. യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ 400 അല്ലാത്ത ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഒളിച്ചോടി, ഓടി രക്ഷപ്പെട്ടു. 400 ആളുകൾ 60,000 വരുന്ന സൈന്യമില്ലേ, നിമിഷ നേരം കൊണ്ട് അവരെ കഥ കഴിച്ചു. അവരെ മയ്യത്ത് നിസ്കരിച്ചു, കുളിപ്പിച്ചു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ ആ 400ഓളം കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ശവശരീരങ്ങൾ, ആ ശവശരീരങ്ങൾ ഇങ്ങനെ പരതുകയാണ്. അത് പരതുമ്പോൾ അലിയാര് ആരെയാണ് നോക്കുന്നത്? നോക്കുന്ന സമയത്ത് അടിയിൽ ഒരാളുണ്ട്. ആ ആളെ ബഹുമാനപ്പെട്ട അലിയാര് പുറത്തു കൊണ്ടുവരുന്നു. അയാൾക്ക് വലത്തെ കൈയില്ല. അദ്ദേഹത്തിന്റെ വലത്തെ സ്ഥലം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. അത് പിടിച്ചാൽ കയ്യോളം ഇങ്ങനെ നീളുകയാണ്. സദഖല്ലാഹു വറസൂലു, സദഖല്ലാഹു വറസൂലു, സദഖല്ലാഹു വറസൂലു. നിങ്ങൾക്കെതിരിൽ പുറപ്പെടുന്ന ഖവാരിജിന്റെ നേതാവ്, അവന് വലത്തെ കൈയില്ല. അവന്റെ സ്ഥലം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാ എന്ന് മുത്തുനബി പറഞ്ഞതാ. അവന്റെ ടീമല്ലേ ഇത് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. ഖവാരിജായിരുന്നു. ഈ നെഹ്റുവാനിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് പ്രതികാരമെന്നോണം വിശുദ്ധ റമദാൻ മാസം 17 ബദരീങ്ങളെ ആണ്ടിന്റെ ദിവസം സുബ്ഹിയുടെ മുമ്പ് അലിയാര് പള്ളിയിൽ പോകുമ്പോ, അംർ ഇബ്നുൽ ആസ് പള്ളിയിൽ പോകുമ്പോ, ഷാമിൽ മഹാനായ മുആവിയത്ത് തങ്ങൾ പള്ളിയിൽ പോകുമ്പോ, ഷാമിൽ വെച്ച് മുആവിയത്ത് കൊല്ലപ്പെടണം, മിസ്രിൽ വെച്ചുകൊണ്ട് അംർ ഇബ്നുൽ ആസ് കൊല്ലപ്പെടണം, കൂഫയിൽ വെച്ച് അലിയാര് കൊല്ലപ്പെടണം. 3 പേരെയും ഒരേ സമയത്ത് കൊല്ലണമെന്നതിന്റെ തീരുമാനത്തിൽ അലിയാരെ കൊന്നവനാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഖവാരിജിന്റെ നേതാവാണ്. ഒന്നാമത്തെ ബിദ്അത്തുകാരനാണ്. ഇങ്ങനെ ഏതെങ്കിലും ബിദ്അത്തിന്റെ കക്ഷികളെ കണ്ടുപെട്ടാൽ വിശ്വാസം തെറ്റിയിട്ടുള്ള, വിശ്വാസത്തിൽ തെറ്റുപറ്റിയിട്ടുള്ള, സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന, ഉമ്മത്തിനെ ആക്ഷേപിക്കുന്ന, ഹബീബിന്റെ സഹാബത്തിന് ആത്മീയത പോരാ എന്ന് പരിഹസിക്കുന്ന ഏതെങ്കിലും ദജ്ജാലുകളെ നിങ്ങൾ കണ്ടുപെട്ടാൽ ഫഇന്നഹു ശർറു ഗായിബിൻ യുൻതളർ, പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ശർറ. അവിസ്സാഅത്തു ഫസ്സാഅത്തു യ അദ്ഹാ വ അമർ, അല്ലെങ്കിൽ ഇനി വരാനുള്ളത് ഖിയാമത്തു നാൾ തന്നെ. ഫസ്സാഅത്തു യ അദ്ഹാ വ അമർ, ഏറ്റവും പ്രയാസകരവും ഏറ്റവും ദുരിതവും ഏറ്റവും ഭയാനകരവുമാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പരമാവധി റബ്ബിനെ പറ്റി കേൾക്കുക, റബ്ബിനെ പറ്റി അറിയുക, റബ്ബിനെ പറ്റി ഓർക്കുക, അവന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ദിക്റിന്റെ മജ്ലിസിൽ, അല്ലാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസിൽ, മുത്തുനബിയെ പറ്റി പറയുന്ന മജ്ലിസിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പങ്കെടുത്ത പോലെ അതുപോലത്തെ മജ്ലിസിൽ പങ്കെടുക്കുക. ഈമാൻ രക്ഷപ്പെടുത്തുക, മുഅ്മിനായി മരിക്കുക.
റബ്ബെനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തി തരട്ടെ, കബൂൽ ചെയ്യട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 11:45 ട്രെയിനുണ്ട്, പോകണം.